ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് രാജമ്മ കറിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ രാജമ്മ പയർ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 6-7 വിസിലിന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പയർ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്, 3-4 അല്ലി. പിന്നെ ഒരു വലിയ തക്കാളി നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറി വെക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ഏലക്ക ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ എണ്ണയിലേക്കൊന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു സ്പൂണ് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഒരല്പസമയം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് കളറ് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഉള്ളി വഴണ്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കുന്നു. ചെറിയ സ്പൂണിനാണ് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തക്കാളി അടിച്ച് പേസ്റ്റാക്കി ചേർക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അല്പസമയം നമ്മൾ മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് വെന്ത് എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനതിലേക്ക് ഇനി പയർ വേവിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പയറൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് പയർ നമുക്കിത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് കുറച്ചുകൂടെ തിക്നെസ് കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കറി നമ്മൾ ഓൾറെഡി തണുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരണം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ പേസ്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ ഇത് പയർ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കറി വെന്ത് വരുമ്പോഴത്തേക്കിന് നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ. അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് കയ്യിൽ നമ്മളൊന്ന് തിരുമ്മിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാജമ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങളിതുപോലെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവരോടും.